ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലുള്ള യൂണിറ്റ് 2 ആണ് കേട്ടോ എടുക്കുന്നത്. എന്താണ് യൂണിറ്റിൻ്റെ പേര്? പേപ്പർ ബോർഡ്സ്. പേപ്പർ ബോർഡ്സ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ടാണ് കഥ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കഥ നോക്കാം. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു പേജ് ഉണ്ട്. ഇവിടെ കുറച്ച് കളങ്ങളിലായിട്ട് കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ മുകളിൽ തന്ന നോക്കിക്കേ, കളർ ദ കോളംസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ ബ്ലൂ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിനൊക്കെ ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കളർ ദ കോളംസ് വിത്ത് സ്മോൾ ലെറ്റേഴ്സ് ഇൻ ബ്രൗൺ. സ്മോൾ ലെറ്റേഴ്സിന് ബ്രൗൺ കളറും കൊടുക്കുക. അപ്പോൾ വാട്ട് ഡു യു ഫൈൻഡ് ഹിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ കണ്ടെത്തുന്നത്? ലെറ്റ്സ് മേക്ക് എ പേപ്പർ ബോർഡ്. നിങ്ങൾ പേപ്പർ ബോർഡ് ഉണ്ടാക്കി നോക്കുക. ഡു യു ലൈക്ക് ദ പേപ്പർ ബോർഡ്? നിങ്ങൾക്ക് പേപ്പർ ബോട്ട് ഇഷ്ടമാണോ? ആൻഡ് യു നെയിം ദ ബോട്ട്. നിങ്ങൾ ആ ബോട്ടിനൊരു പേര് കൊടുക്കുക. സേ സംതിങ് അബൌട്ട് യുവർ ബോർഡ്. എന്നിട്ട് നിങ്ങളുടെ ബോട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനിട്ട് കുറച്ച് വാക്യങ്ങൾ പറയാം. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ പേപ്പർ ബോട്ട്. നിങ്ങൾ പേപ്പർ ബോട്ട് കൊണ്ട് കുറേ കളിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കഥ ഒന്ന് നോക്കാം. നമ്മുടെ കഥയിലെ നായിക ആരാണ്? അന്ന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു ഭാഗത്തിൻ്റെ പേര്? ഡൗൺ ദ സ്ട്രീം അല്ലേ. അന്ന ജെൻലി വാക്ക്ഡ് ടുവാർഡ്സ് ദ സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ. അന്ന എന്ത് ചെയ്യാണ്? ജെൻലി വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ പതുക്കെ നടക്കുകയാണ്. എങ്ങോട്ട്? സ്ട്രീമിൻ്റെ അടുത്തേക്ക്. അതായത് മഡി റെയിൻ വാട്ടർ, മഴ പെയ്തിട്ടുള്ള മണ്ണ് കലങ്ങിയ വെള്ളം ഉണ്ടാവില്ല, അതുപോലെ അതൊരു തോട് പോലെ ഒഴുകുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ അടുത്തേക്കാണ് അന്ന പോയിട്ടുള്ളത്. ഷീ ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. ഷീ ബെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുനിഞ്ഞു. കുനിഞ്ഞു. എ ലിറ്റിൽ, ചെറിയ രീതിയിൽ ചെറുങ്ങനെ ഒന്ന് കുനിഞ്ഞു. എന്നിട്ടോ ലോഞ്ച്ഡ് വെച്ചു. എ പേപ്പർ ബോട്ട്, ആ വെള്ളത്തിലേക്ക് ഒരു പേപ്പർ ബോട്ട് വെച്ചു. ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി. ഇറ്റ് സെയിൽഡ് എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോയി. ഒഴുകിപ്പോയി. ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, പ്രൗഡ്ലി എന്ന് പറഞ്ഞാൽ അഭിമാനത്തോട് ഒഴുകിപ്പോയി. എന്നിട്ടോ ഷീ വെൻറ്റ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോർഡ്സ് ഇൻ ദ സ്ട്രീം. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഒരുപാട് പേപ്പർ ബോർഡ്സ് ആ ഒരു തോടിലേക്ക് ഒഴുക്കി വിട്ടു. ഷീ വാസ് ഡിലൈറ്റഡ്. അവൾ എന്താണ്? അവൾക്ക് ഭയങ്കര സന്തോഷമായില്ലേ. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷമായി. ഇതിൻ്റെ ഒക്കെ അർത്ഥം ഞാൻ ലാസ്റ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കാം കേട്ടോ. സഡൻലി, പെട്ടെന്ന്, സംതിങ് ഹൊറിബിൾ ഹാപ്പൻഡ്. പെട്ടെന്നൊരു ഭയാനകമായിട്ടുള്ള സംഭവം നടന്നു. അതെന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. അടുത്തത് an angry girl. ദേഷ്യത്തിലുള്ള ഒരു കുട്ടി അല്ലേ. എ ഫാറ്റ് ബോയ് pounced on one of her boards and pulled it. അതായത് ഒരു ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ തടിച്ച കുട്ടി. പൗൺസ്ഡ് പറഞ്ഞാൽ എന്താണ്? കുതിച്ച് ചാടി അല്ലേ. ചാടി. ഓൺ വൺ ഓഫ് ഹെർ ബോട്ട്സ് ആൻഡ് പുൾഡ് ഇറ്റ്. അവളുടെ ഒരു ബോട്ടിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അത് എടുത്തു. പുൾഡ് പറഞ്ഞാൽ എടുത്തു. ഹി ടേൺഡ് ദ ബോട്ട് അപ്സൈഡ് ദ ഡൗൺ. എന്നിട്ടോ ആ ബോട്ട് തല തിരിച്ച് വെച്ചു അല്ലേ. അപ്പോൾ തല തിരിച്ച് വെച്ചാൽ എന്താവും? അത് മുങ്ങിപ്പോകും. അന്ന സ്റ്റേർഡ് അറ്റ് ദ ബോയ്. അന്നക്ക് എന്താണ്? അന്ന ദേഷ്യം പിടിച്ചിട്ട് ആ സ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ തറപ്പിച്ച് നോക്കി, സൂക്ഷിച്ച് നോക്കി ആ കുട്ടീനെ. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി. അവനാണെങ്കിൽ തടിച്ചിട്ടാണ്. ആൻഡ് ഡേർട്ടി, ഒരു വൃത്തിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫ്രേസ്. അവന് അന്ന ഈ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതൊന്നും അവന് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അന്ന റാൻ ഹോം. അന്ന വീട്ടിലേക്ക് ഓടി. അടുത്തത് എ സൊല്യൂഷൻ, ഒരു പ്രശ്ന പരിഹാരം അല്ലേ. അന്നാസ് ഓണ്ട് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ എൻ ആം ചെയർ. ആം ചെയർ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കണ്ടില്ലേ, ഇതിങ്ങനെ ചാരി ഇരിക്കാൻ പറ്റിയ ചെയറാണ് കേട്ടോ. അതിൽ അന്നാസ് ഓണ്ട് എന്ന് പറഞ്ഞാൽ അന്നയുടെ അമ്മായി അല്ലേ, ആൻറ്റി അരുന്ധതി ഇരിക്കുകയാണ്. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ. അന്ന ദേഷ്യം പിടിച്ചിട്ട് അന്നയുടെ മുഖം ഒന്നായിട്ട് ചുവന്നിട്ടുണ്ട് അല്ലേ. ഷീ പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെഡ്. അവൾ ദേഷ്യം പിടിച്ചിട്ട് അവളുടെ ചുണ്ട് നീട്ടി പിടിച്ചിട്ട് എന്താണ് പറയാണ്? ദാറ്റ് നോട്ടി ബോയ് ഹി ഓവർടേൺ മൈ ബോട്ട് ഷീ സെഡ്. അവൾ പറയാണ്, ആ വികൃതി കുട്ടി എൻ്റെ ബോട്ട് മറിച്ചിട്ടു എന്നല്ലേ. ഡോണ്ട് വെറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു ആൻഡ് അരുന്ധതി
ട്രൈഡ് ടു കൺസോൾ ഹെർ. അപ്പോൾ അരുന്ധതി എന്ന് പറയുന്ന ആ ആൻറ്റി അവിടെ ആശ്വസിപ്പിക്കുകയാണ്. കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ്. ഡോൺ വെറി, സാരല്ല, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു, നിനക്ക് ഞാൻ വേറൊരെണ്ണം ഉണ്ടാക്കി തരാമെന്ന് പറയാണ് അല്ലേ. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു. അപ്പോൾ അവൾ ചോദിക്കുകയാണ് അതും അവൻ നശിപ്പിച്ചാലോ എന്നല്ലേ. ഓക്കെ, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഓഫ് യു ഫോർ യു. അപ്പം ഞാൻ നിനക്ക് കുറച്ചധികം ഉണ്ടാക്കി തരാമെന്ന് പറയാണ് ആൻറ്റി. അപ്പോൾ അന്ന ചോദിക്കുകയാണ് വാട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദം, എല്ലാം അവൻ എടുത്ത് നശിപ്പിച്ചാലോ എന്നല്ലേ. നോ ഹി വോണ്ട്. അപ്പോൾ ആൻറ്റി പറയണം നോ ഹി വോണ്ട്, അവൻ അങ്ങനെ ചെയ്യില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ, ഞാൻ അവനും കൂടെ കുറച്ച് ബോട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. അപ്പോൾ അന്നക്കത് ഇഷ്ടപ്പെടുന്നില്ലല്ലേ. അന്ന ചോദിക്കും ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം, ആൻറ്റി അതിന് അവനുണ്ടാക്കി കൊടുക്കുന്നത്. ഹി സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അപ്പോൾ ആൻറ്റി പറയണേ അവനൊരു പാവപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു എന്നല്ലേ. ആൻറ്റി കണ്ടിട്ടില്ല, ആൻറ്റി പറയാണ്. ദെൻ വൈ കാൺ ഹി മേക്ക് ദം ഹിസെൽഫ്, ഹി ഈസ് സോ ബിഗ്. വീണ്ടും അന്ന ചോദിക്കുകയാണ് അവൻ എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ, അവന് വലിയ കുട്ടിയാണ് എന്ന്. അപ്പം മേ ബി നോ വൺ ഹാസ് തോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. അപ്പോൾ ആൻറ്റി പറയാണ് ഒരു പക്ഷേ അവൻ ആരും ബോട്ട് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവുന്നില്ല എന്നല്ലേ. ടോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക ഉണ്ടാവില്ല. വൈ ഡസിൻ ഹി ഗോ ടു സ്കൂൾ. അപ്പോൾ അന്നക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ വരികയാണ്. അപ്പോൾ എന്താണ് അവന് സ്കൂളിലൊന്നും പോകുന്നില്ലേ. ഹീസ് സോ റൂഡ്, ഒരു പരുഷമായിട്ടുള്ള സ്വഭാവമാണ്, ഒരു കൂളായിട്ടുള്ള സ്വഭാവമല്ലേ. ഓൺ അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ്. അപ്പോൾ അരുന്ധതി പിന്നെ അന്ന ഇങ്ങനെ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ എന്താണെന്ന് നോക്കാം. Good guidance. In no time a boat was ready and then a few more. Finally she gave all the boats to Anna and said, here, go and have fun. അപ്പോൾ എന്താണ് in no time a boat was ready and then a few more. അപ്പോൾ ഒരുപാട് ബോട്ട് ഉണ്ടാക്കിയില്ലേ ആൻറ്റി. ഫൈനലി ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ് ടു അന്ന ആൻഡ് സെഡ്. എന്നിട്ട് ആ എല്ലാ ബോട്ടും അന്നയുടെ കയ്യിൽ കൊടുത്തിട്ട് ആൻറ്റി പറയാണ് ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ, നീ പോയി കളിച്ച് സന്തോഷമായിട്ടിരിക്കൂ എന്ന് പറയാണ്. ക്ലച്ചിങ് ദ ബോട്ട്സ് ടൈറ്റ്ലി. ക്ലച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക. എങ്ങനെയാണ് പിടിക്കുന്നത്, ബോട്ടൊക്കെ പിടിക്കുന്നത് ടൈറ്റായിട്ട് പിടിക്കുകയാണ് കേട്ടോ. അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹെസിറ്റൻ്റ്ലി ടുവാർഡ്സ് ദ സ്ട്രീം. നേരത്തെ പോയ പോലല്ല, അവളൊരു മടിയോടുകൂടിയാണ്. ഹെസിറ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ മടിയോട് കൂടിയിട്ടാണ് ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക്, ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ദ ബോയ് വാസ് സ്റ്റിൽ ദർ. അപ്പോൾ ആ കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഹീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്യൂരിയസ്ലി. അങ്ങനെ അവൾ വരുന്നത് അവന് ഒരു ആകാംക്ഷയോടെ, ഒരു ജിജ്ഞാസയോടെ നോക്കുകയാണ്. വീണ്ടും ഞാനിതൊക്കെ നശിപ്പിച്ചിട്ടും വീണ്ടും ബോട്ടുമായിട്ട് വരികയാണല്ലോ എന്നല്ലേ. അന്ന ടുക്ക് ഔട്ട് ടു നോട്ട് സോ ഗുഡ് ബോട്ട്സ് ആൻഡ് ഹെൽഡ് ദം ഔട്ട്. ഹെൽഡ് ദം ഔട്ട് എന്ന് പറഞ്ഞാൽ അവന് കൊടുത്തു. എങ്ങനത്തെ ബോട്ടാണ് കൊടുത്തത്, പിന്നെ കൂട്ടത്തിലും വെച്ചിട്ട് അങ്ങനെ നെക്കിയിട്ടില്ല, ടൈറ്റാക്കിയിട്ടാണല്ലോ പിടിച്ചിട്ടുള്ളത്. അപ്പം വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത നന്നാവാത്ത 2 ബോട്ട് എടുത്തിട്ട് ആ ബോയ്ക്ക് കൊടുക്കുകയാണ്. ഹിയർ യു ആർ, ഇത് നിനക്കാണ് എന്ന് പറഞ്ഞിട്ടില്ലേ. ഇത് എന്നാന്നൊക്കെ പറയില്ലേ നമ്മൾ, എന്നാ പിടിച്ചോന്ന് അറിയും പോലെ, അതാണ് ഹിയർ യു ആർ എന്ന് പറഞ്ഞാൽ. ഷീ ഹാൻഡഡ് ദ ബോട്ട്സ് ഓവർ ടു ദ ബോയ് വിത്തൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ. ഒരു മുഖത്തൊരു ചെറിയൊരു ചിരി പോലും ഇല്ലാതാണ് അവൾ കൊടുത്തത്. അവൾക്ക് ഉള്ളിൽ നന്നായിട്ട് ദേഷ്യമുണ്ട് കേട്ടോ. പിന്നെ ആൻറ്റി പറഞ്ഞു കൊടുത്തത് നല്ല കാര്യങ്ങളാണല്ലോ. നമ്മൾ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതിലും മടങ്ങ് അങ്ങോട്ട് ചെയ്യാനല്ല, നമ്മൾ സ്നേഹിക്കാനാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പിന്നെ ഒരു മുഖത്തൊരു ഭാവമാറ്റമൊന്നും ഇല്ലെങ്കിലും 2 ബോട്ട് എടുത്ത് കൊടുക്കുകയാണ്. ദ ബോയ് ടുക്ക് ദം ആൻഡ് ജസ്റ്റ് സ്റ്റൂഡ് ദർ ക്വൈറ്റ്ലി. പക്ഷേ ബോയ് അത് വിചാരിക്കുന്നില്ല ഞാനിങ്ങനെ നശിപ്പിച്ചിട്ടും അവൾ തരും എന്നുള്ളത്. അങ്ങനെ അവൻ അതും വാങ്ങി അനങ്ങാതെ അവിടെ നിൽക്കുകയാണ് അല്ലേ. ക്വൈറ്റ്ലി എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുകയാണ്. ഹീ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അപ്പോൾ അവൻ അറിയുന്നില്ല അപ്പോൾ എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഇത് അടുത്തൊരു ചിത്രത്തിൽ കാണാം.
ഈ ഒരു ചിത്രത്തിൽ കണ്ടോ, അന്ന പേപ്പർ ബോട്ട്സ് കൊടുക്കുമ്പോൾ ബോയ് നിൽക്കുന്നത് ഞാൻ നശിപ്പിച്ചല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തോടുകൂടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പേര്. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ തുടങ്ങുന്നത് കേട്ടോ. അന്ന ജെല്ലി ലോഞ്ച്ഡ് ഹർ ബോട്ട്. അങ്ങനെ അവളുടെ ബോട്ട് നേരത്തതുപോലെ തന്നെ വെച്ചു. സ്വിഫ്റ്റ്ലി ദ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം. അങ്ങനെ അത് സ്വിഫ്റ്റ്ലി സ്പീഡിൽ വേഗത്തിൽ സെയിൽഡ് നേരത്തെ പറഞ്ഞല്ലോ, ഒഴുകിപ്പോയി ആ വെള്ളത്തിലൂടെ. ദ ബോയ് സ്റ്റൂഡ് ദ വാച്ചിങ് ഇറ്റ്. അപ്പോൾ ആ കുട്ടി ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. എ ഫൈൻഡ് സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ലിപ്സ്. അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒരു ചെറിയൊരു ചിരി ഉണ്ടാവുമല്ലോ, ഒരു മങ്ങിയ ഒരു ചിരിയാണ് ചിരിക്കുന്നത്. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അപ്പോൾ അന്ന എന്ത് ചെയ്യാണ്, നേരെ നോക്കാതെ നമ്മൾ സൈഡ് കണ്ണിട്ട് നോക്കൂലേ എന്താ അപ്പോൾ അവൻ ചെയ്യുന്നതെന്ന്, അതുപോലെ അവനെ നോക്കുകയാണ്. സഡൻലി ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. അങ്ങനെ പെട്ടെന്ന് എന്താണ് അവൾ കാണുകയാണ്, അവളുടെ ബോട്ട് ഒരു ചെളിയും കല്ലും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഒഴുക്കിൽ പെട്ടിട്ട് അത് മറയാൻ പോകുന്നത് പോലെ കാണുകയാണ്. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലൂഡഡ് ഇറ്റ്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒളിച്ചും കൊണ്ടേ നിൽക്കുകയാണല്ലോ. അപ്പോൾ വാട്ടർ സ്പ്ലാഷ്ഡ്, അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ തെറിച്ചും കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടോ സ്ലോലി ഫ്ലൂഡഡ് ഇറ്റ്, സാവധാനം ആ ബോട്ട് താഴാൻ പോവാണ്. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. പെട്ടെന്ന് ആ കുട്ടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് ആ ബോട്ട് എടുക്കുകയാണ്. ബോട്ട് എടുത്തിട്ട് വെള്ളത്തിന് പുറത്തേക്ക് വരും. എന്നിട്ടോ ഹി ഗേവ് ഇറ്റ് ടു അന്നക്ക് കൊടുക്കുകയാണ്. ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽഡ്. അങ്ങനെ അവൾ ആ ബോട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, ചിരിക്കുകയാണ് അല്ലേ. ദ ബോയ് സ്മൈൽഡ് ബാക്ക് പ്ലസൻ്റ്ലി. ഇപ്പോൾ ആ കുട്ടിയും എന്താണ്, സന്തോഷത്തോടു കൂടെയാണ് ചിരിക്കുന്നത്. നേരത്തെ അന്നയുടെ പേപ്പർ ബോട്ട് വെള്ളത്തിൽ മുക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്തിട്ടുള്ളത്, മുങ്ങാൻ പോയിട്ടുള്ള പേപ്പർ ബോട്ട് എടുത്തിട്ട് അന്നയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ് അല്ലേ. അന്ന ജെൻലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. അപ്പോൾ അന്ന എന്ത് ചെയ്യും, പതുക്കെ വേറൊരു ബോട്ട് എടുത്തിട്ട് ആ ഒഴുകുന്ന വെള്ളത്തിലേക്ക് വെക്കും. ഇറ്റ് സെയിൽഡ് സ്വിഫ്റ്റ്ലി ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്റ്റ്. അപ്പോൾ എന്താണ് ആ ഒരു ബോട്ട് എന്താണ്, സെയിൽഡ് വേഗത്തിൽ ഒഴുകിപ്പോകും അല്ലേ. സെയിൽഡ് സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഒഴുകിപ്പോകും. എന്നിട്ടോ ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്, ഇങ്ങനെ ഡ്രിഫ്റ്റ് പറഞ്ഞാൽ പൊങ്ങിക്കിടന്നിട്ടാണ് പോകുന്നത്. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. അങ്ങനെ അവരെ കണ്ണിൽ നിന്ന് മറിഞ്ഞു പോകുമല്ലോ, നമുക്ക് കാണുന്ന ദൂരത്തിൽ നിന്ന് മറിഞ്ഞു പോകും. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽഡ്. അപ്പോൾ അന്നയും ആ ഒരു ബോയും എന്താണ്, പരസ്പരം നോക്കിയിട്ട് ചിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഒരു പകരം വീട്ടിൽ കളിക്കാത്തത് കൊണ്ട് തന്നെ സ്നേഹത്തോടെ പെരുമാറിയത് കൊണ്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മക്കളായാലും ക്ലാസ്സിലൊക്കെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ച് കൊടുക്കുക കേട്ടോ. ക്ഷമിക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ക്ഷമിച്ച് കളയുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സിൻ്റെതോ ഏതെങ്കിലും വിഷയങ്ങളോ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, ഏത് ക്ലാസ്സിൻ്റെ ഏത് സബ്ജക്റ്റാണ് ഇട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റീസും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.